കുടുംബത്തെ തിരിഞ്ഞു നോക്കിയില്ല. വിനോദിനി കൊടിയേരിയുടെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശമാണിത്. പച്ചക്കുതിര മാസികയ്ക്ക് കൊടുത്ത അഭിമുഖമാണ്. അതിലെ ഒരു പ്രസ്തുത വാക്കുകളാണിത്. വലിയ ചില നേതാക്കളെ കുറിച്ചാണ്. അവരൊന്നും ഇവിടെ വരികയും സംസാരിക്കുകയും ചെയ്യണമെന്നില്ല. സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്തൊന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്തൊരു കാലമായി ഇത് മാറിയോ? പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ശുപാർശയ്ക്കൊന്നുമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ ഞാൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. തിരിച്ചു വിളിച്ചതുമില്ല. വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നതെന്ന് മറ്റോ അദ്ദേഹം കരുതുന്നുണ്ടോ എന്നറിയില്ല. ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയുമായ പോളിറ്റ് ബ്യൂറോ അംഗവുമായ കൊടിയേരിയുടെ മരണം നടന്ന 4 വർഷത്തിനിടയിൽ എനിക്കുണ്ടായ അനുഭവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പച്ചക്കുതിരയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ വിനോദിനി കൊടിയേരി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വാർത്താമാധ്യമങ്ങൾ പറയുന്നത് ഈ പറയുന്ന പ്രമുഖ നേതാവ് ഗോവിന്ദൻ മാസ്റ്റർ ആണെന്നൊക്കെയാണ്. എന്തായിരിക്കാം ഇപ്പോൾ ഇങ്ങനെയൊരു അഭിമുഖവും അല്ലെങ്കിൽ അഭിമുഖത്തിൽ പറഞ്ഞത്, ഈ ഒരു വാക്കുകളുടെയൊക്കെ അടിസ്ഥാനം? അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു കൊടിയേരി എന്ന് പറയാം. അദ്ദേഹം പോകുന്ന സമയത്ത് അച്യുതാനന്ദനൊക്കെ ഒരു പ്രായമായി സൈഡ് ലൈനിൽ ഇരിക്കുന്നതായിരുന്നു. അച്യുതാനന്ദൻ സഖാവ് തന്നെയായിരുന്നു. കൊടിയേരിയുടെ മൃതദേഹത്തിനെ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണൂർ വരെ കൊണ്ടുപോകാനായിട്ട് എന്തായിരുന്നു ഇത്ര ബുദ്ധിമുട്ട്? ഇന്നും വിനോദിനിയുടെയും മക്കളുടെയും മനസ്സിലൊരു തീരാ നോവാണ്. ധാരാളം ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു സഖാവ് തന്നെയായിരുന്നു, നേതാവ് ഞാൻ പറയുന്നില്ല, സഖാവ് തന്നെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഞാനിവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മാറി നിന്ന മഹത്തായൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ടാവും. ഇതിന് തന്നെ കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, ഇനിയിപ്പോൾ പിണറായിക്ക് ആരാണെങ്കിലും മരിക്കുമല്ലോ, എന്നാണെങ്കിലും മരിക്കുമല്ലോ, പോകുകയാണെങ്കിൽ എത്ര പേര് റോഡരികിൽ കൂടി സ്വമനസാലെ വന്ന് കൂടി നിൽക്കും. ഇവർ അടിച്ചടിച്ചടിച്ച് കൊണ്ട് നിർത്തുമായിരിക്കും. നമ്മൾ കണ്ടല്ലോ ED കേസിലൊക്കെ അവർ ഫോൺ ചെയ്തും ഒക്കെ വരുത്തി നിർത്തിയിരിക്കുന്ന കണ്ടു. അങ്ങനെ അല്ലാണ്ട് ശ്രീ നയനാർ സഖാവ് പോയ പോലെയോ ഉമ്മൻചാണ്ടി പോയ പോലെയോ ഉള്ള ഒരു അന്ത്യയാത്ര കിട്ടുന്നു തോന്നുന്നുണ്ടോ? കൊടിയേരി സഖാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വിധവയാണ് വിനോദിനി, അല്ലേ? അവരുടെ കാര്യം ആര് നോക്കുന്നു? ശരിക്കും പറയുകയാണെങ്കിൽ ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വിനോദിനി. അവരങ്ങോട്ടേക്ക് വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നതിനേക്കാൾ ഉപരി ഇടയ്ക്ക് ആണ്ടിനും സംക്രാന്തിക്കെന്ന് പറയും മലയാളത്തിൽ, ഒന്ന് വിളിച്ച് ശൈലജയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു ടീച്ചറിനല്ലോ ശ്രീമതിക്കോ ശ്യാമളയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കാമല്ലോ. ആ വീട്ടിലൊന്ന് കയറി ചെല്ലാമല്ലോ, ചേച്ചി സുഖമായിരിക്കുന്നോ, ഭക്ഷണം കിട്ടുന്നുണ്ടോ? നമ്മുടെ അറിവിൽ കൊടിയേരിക്കൊന്നും വേറെ ജോലിയൊന്നും ഉണ്ടായിട്ടില്ല. മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായിരുന്നു. ഇനി മക്കളുടെ ഇതിൽ അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഒരു റിബൽ എന്ന് പറയാൻ പറ്റില്ല, പാർട്ടിയിൽ നിന്നും ഇറങ്ങി കോൺഗ്രസിൻ്റെ സഹായത്തോടെ UDFൻ്റെ സഹായത്തോടെ ജയിച്ച TK ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട്ടിൽ ചെന്നു. കോടിയേരിയുടെ സ്മൃതി മണ്ഡപത്തിൽ വന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ, അവർ പ്രാർത്ഥനയൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരല്ലോ, അവിടെ ഒന്ന് നിൽക്കാൻ വേണ്ടി അദ്ദേഹം ഭാര്യാസമേതനായിട്ട് വന്നത്. എന്തായിരുന്നു ആതിര? ആർക്കും ആരുടെയും വീട്ടിൽ പോകാൻ പറ്റില്ലേ? അദ്ദേഹം വന്നത് കോടിയേരി ബാലകൃഷ്ണനെ ആ ഫോട്ടോനെ ഒന്ന് കാണാനും ഫോട്ടോൻ്റെ മുമ്പിൽ കുറച്ച് നേരം നിൽക്കാനും വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്ന വ്യക്തികളായിരിക്കാം. കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും അദ്ദേഹത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടത്ത് അവിടെ നിൽക്കാനും വന്നു. എന്തായിരുന്നു? അപ്പോൾ തന്നെ ബിനീഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിനീഷോ, എൻ്റെ വീട്ടിൽ ആര് വരുന്നു വരണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, ഒരു കള്ളനോ കൊലപാതകയോ ഒന്നുമല്ല വന്നത്. ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുമില്ല. ഒരാൾ കയറി വന്ന് എൻ്റെ അച്ഛൻ്റെ സ്മൃതിപഥത്തിൽ നിൽക്കണം, കുറച്ച് നേരം നിൽക്കണമെന്ന് പറയുകയാണെങ്കിൽ വരാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ ആത്മാവിനോട് ഞാൻ ചെയ്യുന്ന തെറ്റായിരിക്കും അത്. അച്ഛൻ്റെ കൂട്ടുകാരനാണ് വന്നത്, അദ്ദേഹം വേറെ ഒന്നും ചെയ്തിട്ടില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശരിയാണെന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എൻ്റെ അച്ഛനെ അവരെത്രമാത്രം ബുദ്ധിമുട്ടിച്ചു, കഷ്ടപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നേർ സാക്ഷ്യം വഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അതൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഞാൻ പറയുന്ന കേട്ടോ, എന്താണ് മകൻ പറഞ്ഞ കാര്യമല്ല പറയുന്നത്. അല്ല, വിനോദിനി കൊടിയേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് ആരൊക്കെയാണ് വരേണ്ടതെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ നന്നായിട്ട് അവർ പെരുമാറി. നമ്മൾ ആ വീഡിയോ മുഴുവൻ കണ്ടതാണ്. വളരെ നന്നായി പെരുമാറി. മിനിറ്റുകളോളം ആ കുടുംബം, ഗോവിന്ദൻ്റെ കുടുംബം അവിടെ, ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സെക്രട്ടറിയുടെ കാര്യമല്ല കേട്ടോ പറയുന്നത്, MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതിന്
മുമ്പ് അവിടെ വന്നു. വിനോദിനിയും പറയുന്നുണ്ട്, മീഡിയയുടെ മുമ്പിൽ നിന്ന് ആർജവത്തോടെയാണ് വിനോദിനി പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ആരൊക്കെ വരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനിക്കും, അവർക്ക് ഒരു കസേര ഞങ്ങൾ കൊടുക്കും. എൻ്റെ ഭർത്താവിൻ്റെ സഹപ്രവർത്തകരായിരുന്നു അവർ. എൻ്റെ ഭർത്താവ് മരിക്കുവോളം ആ ഒരു ആത്മബന്ധം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷവും ഞങ്ങൾ തമ്മിൽ യാതൊരു എതിർപ്പോ ബഹളമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു നല്ല കാര്യമല്ലേ? സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു മുൻ സഖാവിൻ്റെ അദ്ദേഹം സഖാവായിട്ട് തന്നെയാണ് പോയത്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിൽ വരുന്നത് ചീത്ത കാര്യമാണെന്ന് ഇവർക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അപ്പോൾ വിനോദിനി പറഞ്ഞ കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഫോൺ എടുക്കണം. ഫോൺ എടുത്താൽ മാത്രമേ നമ്മൾക്ക് മനുഷ്യരോടുള്ള ഒരു അടുപ്പം സൂക്ഷിക്കാൻ പറ്റുള്ളൂ. UDFൻ്റെ തന്നെ ഒരു സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് ആത്മഹത്യ ചെയ്തൊരു വ്യക്തി പലർക്കും ഫോൺ ചെയ്യുകയും ആത്മഹത്യാ കുറിപ്പെന്നുള്ള പോലെ വാട്സാപ്പ് മെസ്സേജുകൾ അയക്കുകയും ചെയ്യുന്നു. തക്കതായ സമയത്ത് അവരിടപെട്ടിരുന്നുവെങ്കിൽ, CPM ഇടപെട്ടിരുന്നുവെങ്കിൽ ഇവർക്കൊരു വടിയായില്ലേ ഇപ്പോൾ UDFനെ അടിക്കാനായിട്ട്? അവരതിന് റെസ്പോണ്ട് ചെയ്യാതിരുന്നത് കൊണ്ടല്ലേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നഷ്ടമുണ്ടായത്. അദ്ദേഹം മരിച്ചു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നഷ്ടമുണ്ടായത് കൊണ്ട് ഉണ്ടാവാൻ കാരണം എന്താണ്? ഇവർ ആ സമയത്ത് കൃത്യമായി ഫോൺ അറ്റൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് വാട്സാപ്പ് മെസ്സേജുകൾ നോക്കിയില്ല. അത് നോക്കിയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പത്രസമ്മേളനം നടത്തുകയും ഇദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവർക്കൊരു വലിയൊരു ആഘോഷമാക്കി മാറ്റാൻ പറ്റുമായിരുന്നല്ലോ. ഇപ്പോൾ 14 പ്രാവശ്യം നമ്മളുടെ എറണാകുളം ജില്ലയിലെ ഒരു 6-7 കുടുംബത്തിനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി, സുപ്രീം കോടതി വിധി വന്നൊക്കെ ഇവരിയ്ക്കുന്ന സമയത്താണ്, LDF ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ മന്ത്രി രാജീവ് അനങ്ങിയിട്ടേ ഇല്ല. അദ്ദേഹമായിരുന്നു എറണാകുളത്തിന് ചാർജുള്ള മന്ത്രി. ഇവർ ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം അങ്ങേരുടെ നേതൃത്വത്തിൽ അവിടെ ഉച്ചഭാഷണിയിൽ കൂടെ സമരം നടക്കുക. മുഖ്യമന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? VD സതീശന് എന്ത് ചെയ്യാൻ പറ്റും? കോടതി വിധിയാണ്. 10 കൊല്ലം ഭരിച്ചവർ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം കൊണ്ട് അദ്ദേഹത്തിന് മാറാൻ പറ്റുമോ? വിനോദിനി പറഞ്ഞതുപോലെ ഫോൺ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാനുള്ളൊരു മാന്യത കാണിക്കുക, അല്ലേ? അല്ല, തീർച്ചയായും വിനോദിനി പറയുന്ന അതിലെ വാക്കുകൾ കാര്യം സാധിക്കാനാകും വിളിക്കുന്നത്. എന്ത് കാര്യമാണ് സാധിക്കാനുള്ളത്? ഇനി അവരുടെ വീട്ടിൽ ആരുമില്ല, അവർക്ക് എന്തെങ്കിലും ഒരു ദേഹാസ്വസ്ഥത തോന്നുന്നു, ചേട്ടാ അല്ലെങ്കിൽ സഖാവെ എന്നാണല്ലോ വിളിക്കണേ, സഖാവ് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും, ആംബുലൻസ് പെട്ടെന്ന് കിട്ടുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരുന്ന 1 2 3 എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്യേണ്ട, 1 ക്ലിക്ക് ചെയ്താൽ ആ നമ്പറിലേക്കും. അങ്ങനെ വിളിച്ച കോളാണെങ്കിലോ, അല്ലേ? എന്തിനാണ് വിളിക്കുന്നതെന്ന് സൗമ്യമായി പറയാമല്ലോ. വിനോദിനി, അത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നെ വിളിക്കല്ലേ എന്ന് സൗമ്യമായിട്ട് ഒരു സഹോദരനെ പോലെ പറയാമല്ലോ. അതുപോലും ചെയ്യാണ്ട് ഒരു മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയോട് ഇത്രയും നിഷ്കരുണമായിട്ട് പെരുമാറുന്നെങ്കിൽ, ഇത് അജീവനകാന്ത പോസ്റ്റിലൊന്നുമല്ലല്ലോ ഗോവിന്ദൻ മാസ്റ്റർ, ഡ്രിൽ മാസ്റ്റർ ഇരിക്കുന്നത്, അല്ലേ? അദ്ദേഹത്തിനും പെൻഷൻ പറ്റി പോകണ്ടേ? അദ്ദേഹത്തിനും കിട്ടാൻ പോകുന്നത് ഇതേ പ്രതികരണമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി കാണിച്ചാൽ പടിയിറങ്ങുമ്പോൾ കുറച്ച് മനസ്സമാധാനം കിട്ടും. ആരാണെങ്കിലും അതൊരു സാധാരണ സ്ത്രീയായിട്ട് വിചാരിക്കും, കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യയായിട്ടേ വിചാരിക്കേണ്ട ഒരു സാധാരണ പൗര എന്തോ ഒരു ആവശ്യത്തിന് വിളിക്കുന്നു. ഫോൺ എടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് എല്ലാ പാർട്ടി പ്രവർത്തകരും. ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല, ഏതെങ്കിലും മീറ്റിങ്ങിലായിരിക്കുന്നു വിചാരിക്കട്ടെ, ഉറങ്ങുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് വിളിക്കാമല്ലോ. അതും സമയം അതിക്രമിച്ച് പോയാൽ പിറ്റേ ദിവസം വിളിക്കാമല്ലോ. ഞാനൊരു മിസ് കോൾ കണ്ടു, ഞാൻ അപ്പോൾ തിരക്കിലായിപ്പോയിരുന്നു, എന്താണ് കാര്യമെന്ന് ചോദിക്കാമല്ലോ. പക്ഷേ മാം ആലോചിക്കണം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ CPMൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ വാതോരാതെ പറഞ്ഞൊരു കാര്യം കൂടെയായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു എങ്കിൽ കണ്ണൂരിൽ ഉൾപ്പെടെ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ വിമത നീക്കങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, TK ഗോവിന്ദൻ ഉൾപ്പെടുന്ന പാർട്ടി നേതാക്കളൊന്നും അത് വിട്ടുപോകില്ലായിരുന്നു. തന്നെയാണ് ഈ ഡ്രിൽ മാസ്റ്ററുടെയും പ്രശ്നം. അന്നിരുന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുകയും ഡ്രിൽ ചെയ്യുന്നു. മാസ്റ്ററുടെ പ്രശ്നം. കോടിയേരി ബാലകൃഷ്ണന് ഇത്രയും വലിയ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ജനങ്ങൾ കാണുന്നു. പാർട്ടിയെ നേർവഴിയിൽ നയിക്കാൻ ദിശാബോധമുള്ള നേതാവായിട്ട് അണികൾ കോടിയേരി ബാലകൃഷ്ണനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ആ ജില്ലയിൽ നിന്നുള്ള ഡ്രിൽ മാസ്റ്ററുടെ പ്രശ്നം. തന്നെ കമ്പയർ ചെയ്തിട്ട് ആൾക്കാർ പറയുന്നത് എൻ്റെ തട്ട് ഒട്ടും അദ്ദേഹമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോശം അവസ്ഥയിലാണ് തട്ടിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ സഹധർമ്മിണിയായ ശ്രീമതി വിനോദിനി വിളിക്കുമ്പോൾ ഞാൻ എന്നാൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യാതെ കൊച്ചു കുട്ടികൾ പറയില്ലേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഡ്രിൽ മാസ്റ്റർ. ഡ്രില്ലിനെ ഇനി പറ്റുള്ളൂ, വേറൊന്നും പറ്റൂലല്ലോ, അധികാരമില്ല. ഇനി അധികാരം വരുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ സെക്രട്ടറി സ്ഥാനവും തെറിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രിൽ മാസ്റ്റർ കം
എന്താണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയ ഗോവിന്ദൻ മാസ്റ്ററോട് പറയാനുള്ളത്, ആരുടെ കോളായിക്കോട്ടെ അതൊരു അത്യാവശ്യ അല്ല, കാര്യത്തിന് വരുന്ന വിനോദിനി ഗോവിന്ദൻ മാസ്റ്ററുടെ ആണെന്ന് പറഞ്ഞിട്ടില്ല. പ്രമുഖ നേതാവിൽ കൂട്ടത്തിൽ ഉം. ഈ പിണറായി വിജയനാണോ ഗോവിന്ദൻ മാസ്റ്റർ ആണോ എന്നുള്ള ഒരു തർക്കത്തിൽ ഗോവിന്ദൻ മാസ്റ്ററുടെ പേരാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മുൻതൂക്കത്തിൽ നിൽക്കുന്നത്. അത് നമ്മൾ ആരും ആയിക്കോട്ടെ, നമുക്ക് ബി സ്റ്റാൻഡ് കറക്റ്റഡ്. ഏത് നേതാവാണെങ്കിലും മുൻ നേതാവിൻ്റെയോ സാധാരണക്കാരുടെയോ കുടുംബാംഗങ്ങൾ വിളിക്കുമ്പോൾ എടുക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. സഖാവെന്നാണ് പറയുന്നത്, അല്ലേ? അപ്പോൾ സഖാവാകുമ്പോൾ ചേർത്ത് പിടിക്കണം, പ്രശ്നങ്ങൾ സക്രിയമായിട്ട് ഇടപെടണം, ചെവി കൊടുക്കണം. ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാനൊരു നേതാവൊന്നുമില്ല, എനിക്ക് പറയാൻ ആഗ്രഹം ഞാനൊരു സോഷ്യൽ വർക്കറാണെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. എല്ലാവരുടെയും കാര്യത്തിൽ ചേർത്ത് പിടിച്ച് പോകുന്നൊരു വ്യക്തിയാണ്. എന്നെ എവിടെ നിന്നൊക്കെയോ വിളിക്കും ആൾക്കാർ, ഞാൻ എല്ലാം കേൾക്കും കേട്ടോ. എനിക്കിത് പറഞ്ഞ പോലെ എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ആ കോൾ റിട്ടേൺ ചെയ്തിരിക്കും ഉറങ്ങുന്നതിന് മുമ്പ്. ഒരു ചേച്ചി വിളിച്ച് 12 മിനിറ്റോളം സംസാരിച്ചു. അത് കഴിഞ്ഞ് അവരോട് ഇനി എനിക്കൊന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ പ്രശ്നങ്ങൾ 22 മിനിറ്റ് കേൾക്കുന്നത്, ഇനി ഒന്നും നടന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അത്രയും ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, നമ്മൾ കേൾക്കുക, ആ ആ ശരി നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റണം ചെയ്യുക, അതേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഉടനെ അതിൽ ചാടിക്കയറിയൊന്നുമില്ല. ഒരു പേഷ്യൻ്റ് ലിസണിങ്, കേട്ടല്ലോ പത്മ ചേച്ചി കേട്ടല്ലോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്ന് നമ്മൾ പ്രത്യേകിച്ചും പ്രതീക്ഷിക്കുന്നത് ചേർത്ത് പിടിക്കലാണ്. എൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു തുണയുണ്ടാവും, കൈത്താങ്ങുണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് 10 കൊല്ലം ജനങ്ങൾ കൊടുത്തത്. അത് കിട്ടൂല എന്ന് മനസ്സിലായപ്പോൾ വിനോദിനി തന്നെ പുറത്തേക്ക് വന്ന് പറയേണ്ടി വന്നു, അഭിമുഖത്തിൽ കൂടെ പരസ്യമായി പറയേണ്ടി വന്നു, ഈ പാർട്ടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടില്ല. ആ ചേർത്ത് പിടിക്കൽ യഥാർത്ഥ സഖാക്കൾ കാലവേദനയ്ക്കുള്ളിൽ മാഞ്ഞപ്പോൾ പിന്നെ ഈ പാർട്ടി വേറൊരു പാർട്ടി ആയിരിക്കുന്നു, ഒരു ബൂഷ പാർട്ടി ആയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.